നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ. ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങളിലേക്ക് സ്വാഗതം. മൂന്നാർ മേഖലയിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിലെ നടപടികളിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി അന്വേഷണം CBIക്ക് കൈമാറേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. കേരള പോലീസും വിജിലൻസും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നടപടി വൈകുന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനത്തിനിടയാക്കിയത്. മൂന്നാർ മേഖലയിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടനയുൾപ്പെടെ നൽകിയ ഹർജികളാണ് ജസ്റ്റിസ് A. മുഹമ്മദ് മുസ്താഖ്, ജസ്റ്റിസ് S. മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. മൂന്നാറിൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. പ്രധാന പ്രതികളെന്ന് കണ്ടെത്തിയവർക്കെതിരെ പോലും ശക്തമായ നടപടി ഉണ്ടായിട്ടില്ല. കേസുകളിൽ അന്തിമ റിപ്പോർട്ട് നൽകാൻ ഏറെ കാലതാമസമുണ്ടായ സംഭവങ്ങളും തിരിച്ചടി നേരിട്ട സന്ദർഭങ്ങളിൽ അപ്പീൽ നൽകാത്തതും ഹൈക്കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടി. സർക്കാർ പരാജയപ്പെട്ട കേസുകളുടെ വിധി പകർപ്പുകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇന്ന് ഹർജികൾ പരിഗണിക്കുമ്പോൾ CBI അന്വേഷണത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും ഹൈക്കോടതി പറഞ്ഞു. കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് ചോദ്യം ചെയ്തിട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കിഫ്ബിയുടെ ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ ഹർജികളാണ് ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഡോക്ടർ TM തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് ഹൈക്കോടതി വിലക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് ED ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചുവെങ്കിലും തിരിച്ചടിയായിരുന്നു ഫലം. ഇതിനുശേഷം ഇതാദ്യമായാണ് ഹർജി വീണ്ടും സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് എത്തുന്നത്. കിഫ്ബി പുറപ്പെടുവിച്ച മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം സംബന്ധിച്ച് തോമസ് ഐസക്കിന് അറിയാമായിരുന്നു എന്നാണ് EDയുടെ വാദം. ഇക്കാര്യത്തിൽ തെളിവുകളുണ്ടെന്നും തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നുമാണ് EDയുടെ വാദം. എന്നാൽ ഫെമ നിയമലംഘനം അന്വേഷിക്കാൻ EDക്ക് അധികാരമില്ലെന്നാണ് തോമസ് ഐസക്കിന്റെ ഹർജിയിലെ വാദം. കിഫ്ബിയിലെ ഫെമ നിയമലംഘന കേസിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് നേരത്തെ ഹൈക്കോടതി വിലക്കിയിരുന്നു. ചോദ്യം ചെയ്യണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത്. സിംഗിൾ ബെഞ്ചിന്റെ വിധി ചോദ്യം ചെയ്ത് ED ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു. തോമസ് ഐസക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് EDക്ക് വിശാലമായി അന്വേഷിക്കാമെന്നുമായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട്. ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചായിരുന്നു നേരത്തെ ഹർജി പരിഗണിച്ചത്. ഏപ്രിൽ 2 ഹാജരാകണമെന്ന് കാണിച്ചു നൽകിയ സമൻസാണ് കിഫ്ബിയും തോമസ് ഐസക്കും സിംഗിൾ ബെഞ്ചിൽ ചോദ്യം ചെയ്തത്. ആവശ്യപ്പെട്ട രേഖകളുടെ പകർപ്പ് കൈമാറിയെന്നാണ് കിഫ്ബിയുടെ വിശദീകരണം. മന്ത്രിയായിരുന്നത് 3 വർഷം മുൻപാണെന്നും കിഫ്ബിയുടെ തീരുമാനങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം. ഫെമ നിയമലംഘനത്തിൽ അന്വേഷണം നടത്താൻ EDക്ക് അധികാരമില്ലെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. കിഫ്ബി നൽകിയ രേഖകളിൽ നിന്ന് ചില കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടെന്നും തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നുമായിരുന്നു EDയുടെ നിലപാട്. നടിയെ ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ചതിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജി പിന്മാറി. ജസ്റ്റിസ് A. ബദറുദ്ദീനാണ് നടിയുടെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും കാരണം വ്യക്തമാക്കാതെ പിന്മാറിയത്. ഹർജി ജസ്റ്റിസ് PG അജിത് കുമാർ പിന്നീട് പരിഗണിക്കും. വിചാരണ കോടതി നടത്തിയ അന്വേഷണം ശരിയായ രീതിയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിത ഹർജി നൽകിയിരുന്നത്. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക പോലീസ് ടീം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M. വർഗീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻ മാനേജരെ കൊലപ്പെടുത്തിയ കേസിൽ ദേര മേധാവി ഗുർമീത് റാം റഹീമിനെ കുറ്റവിമുക്തനാക്കി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. ദേരയുടെ മുൻ മാനേജർ രഞ്ജിത് സിംഗിനെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ആശ്രമത്തിലെത്തിയ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസിൽ അറസ്റ്റിലായ റാം റഹീം ഇപ്പോൾ 20 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിയാനയിലെ റോഹ്താക്കിലുള്ള സുനേറിയ ജയിലിലാണ് റാം റഹീമിനെ അടച്ചിരിക്കുന്നത്. 2002 ജൂലൈ 10 ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ വെച്ച് 19 വയസ്സുള്ള രഞ്ജിത് സിംഗ് വെടിയേറ്റു മരിച്ചത്. ദേര ആസ്ഥാനത്തെത്തുന്ന പെൺകുട്ടികളും സ്ത്രീകളും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രചരിച്ച അജ്ഞാത സന്ദേശത്തിന്റെ പേരിലായിരുന്നു കൊലപാതകം. കേസിൽ പ്രത്യേക CBI കോടതിയാണ് റാം റഹീമിനെയും മറ്റ് 4 പേരെയും ജീവപര്യന്തം തടവിന് വിധിച്ചിരുന്നത്. കർണാടക ശ്രീരംഗപട്ടണം ജാമിയ മസ്ജിദിന് താഴെ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളുണ്ടെന്നും അത് സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ കർണാടക ഹൈക്കോടതി നോട്ടീസ് അയച്ചു.
കർണാടക സർക്കാർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, മറ്റ് കക്ഷികൾ എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത്. ശ്രീരംഗപട്ടണത്തെ മൂടല ബായഗലു ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിന്റെ ആസ്ഥാനത്ത് ടിപ്പു സുൽത്താൻ പള്ളി നിർമ്മിക്കുകയായിരുന്നുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. അതേസമയം ഹർജിക്കാർ ഉന്നയിച്ച നിർമ്മിതി സംരക്ഷിത സ്മാരകമാണെന്നും റിട്ട് അധികാരപരിധിയിൽ മാറ്റം വരുത്തുന്നത് ബുദ്ധിമുട്ടാണെന്നും ചീഫ് ജസ്റ്റിസ് NV അൻസാരിയ, ജസ്റ്റിസ് KV അരവിന്ദ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വാക്കാൽ അഭിപ്രായപ്പെട്ടു. സ്ഥലത്ത് സർവേ നടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ബജ്രനാഗ സേന എന്ന സംഘടനയാണ് പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത്. 1958 പുരാതന സ്മാരകങ്ങളുടെയും പുരാവസ്തു സ്ഥലങ്ങളുടെയും നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് മൂടാല ബാഗിലു ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിന്റെ സർവേയും ഖനനവും നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം. 1786, 1789 കാലഘട്ടത്തിൽ ശ്രീരംഗപട്ടണത്ത് ജാമിയ മസ്ജിദ് നിർമ്മിക്കാനായി ടിപ്പു സുൽത്താൻ നിയമവിരുദ്ധമായി ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ തകർക്കുകയായിരുന്നുവെന്ന് ഇവർ ആരോപിക്കുന്നു. ഓരോ ഇന്ത്യക്കാരനും തന്റെ മതം സമാധാനപൂർണ്ണമായി ആചരിക്കാൻ അവസരമുണ്ട്. ആക്രമണകാരികൾ ചെയ്ത ചരിത്രപരമായ തെറ്റുകൾ തിരുത്തലും പരിഹരിക്കലും മതേതര സർക്കാരിൻ്റെ കടമയാണെന്നും ഹർജിയിൽ വ്യക്തമാക്കി. മതവിദ്വേഷത്താൽ ടിപ്പു സുൽത്താൻ ക്ഷേത്രം മനഃപൂർവ്വം തകർക്കുകയും അവിടെ പള്ളി നിർമ്മിക്കുകയും ചെയ്തതിൻ്റെ ചരിത്രപരമായ വസ്തുതകൾ തങ്ങളുടെ കൈവശമുണ്ട്. വിഗ്രഹങ്ങളും മറ്റും ഇപ്പോഴും അവിടെയുണ്ട്. പള്ളിക്കകത്ത് മദ്രസ പ്രവർത്തിക്കുകയാണ്. ഇത് 1958 നിയമത്തിന് വിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. മദ്രസയിലും മറ്റും അനധികൃതമായി താമസിക്കുന്നവരെയും പള്ളിയും ഒഴിപ്പിച്ച് സ്ഥലം നിയമപ്രകാരം സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. UAPA കേസിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അബൂബക്കറിന്റെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി. NIA അന്വേഷിക്കുന്ന കേസിലുള്ള ജാമ്യാപേക്ഷ ജസ്റ്റിസ് സുരേഷ് കുമാർ കൈത്ത്, ജസ്റ്റിസ് മനോജ് ജെയിൻ എന്നിവർ അംഗങ്ങളായ ബെഞ്ചാണ് പരിഗണിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കണമെന്നാണ് അബൂബക്കർ ആവശ്യപ്പെട്ടത്. ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച പുതിയ അപേക്ഷ പരിഗണിക്കുന്നതിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കുമെന്ന് സുപ്രീം കോടതി. ചൊവ്വാഴ്ച കെജ്രിവാളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ഹർജി ബുധനാഴ്ച പരിഗണിക്കണമെന്ന് ജസ്റ്റിസ് JK മഹേശ്വരി അധ്യക്ഷനായ അവധിക്കാല ബെഞ്ചിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ പുതിയ അപേക്ഷ ലിസ്റ്റ് ചെയ്യുന്നതിൽ ചീഫ് ജസ്റ്റിസാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ബെഞ്ച് അറിയിച്ചു. ED അറസ്റ്റ് ചെയ്ത നടപടി ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി മറ്റൊരു ബെഞ്ച് നേരത്തെ വിധി പറയാൻ മാറ്റിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ ജൂൺ 1 വരെ ഇടക്കാല ജാമ്യവും അനുവദിച്ചു. വൈദ്യപരിശോധനയ്ക്കായി ഒരാഴ്ചത്തേക്ക് കൂടി ജാമ്യം നീട്ടണമെന്നാണ് കെജ്രിവാളിന്റെ ഹർജിയിലെ ആവശ്യം. ഡൽഹി മദ്യനയക്കേസിൽ അറസ്റ്റിലായ BRS നേതാവ് K കവിതയുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. CBI, ED കേസുകളിൽ ജാമ്യം തേടിയാണ് ഹർജികൾ. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും 50ഓളം പ്രതികളുള്ളതിൽ കവിത മാത്രമാണ് വനിതയെന്നും അതിന്റെ പരിഗണനയുണ്ടാകണമെന്നും അഭിഭാഷകർ വാദിച്ചു. എന്നാൽ ജാമ്യം കിട്ടിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും അന്വേഷണം അട്ടിമറിക്കുമെന്നും CBI, ED അഭിഭാഷകർ ആരോപിച്ചിരുന്നു. വടക്ക് കിഴക്കൻ ഡൽഹിയിലുണ്ടായ കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ JNU മുൻ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ കർക്കിടക കോടതി വീണ്ടും തള്ളി. UAPA കേസിൽ 2020 സെപ്റ്റംബർ മുതൽ തടവിൽ കഴിയുന്ന ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബാജ്പേയിയാണ് തള്ളിയത്. 2022 മാർച്ചിലും കോടതി ജാമ്യാപേക്ഷ നിരസിച്ചിരുന്നു. തുടർന്ന് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും നൽകിയില്ല. 2023 മെയ്യിൽ സുപ്രീം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചെങ്കിലും 14 പ്രാവശ്യം കേസ് മാറ്റിവെച്ചതിനെ തുടർന്ന് പിൻവലിച്ചു. തുടർന്ന് ഫെബ്രുവരിയിൽ വീണ്ടും വിചാരണ കോടതിയെ സമീപിക്കുകയായിരുന്നു. വിചാരണ പൂർത്തിയാകാനുള്ള കാലതാമസവും മറ്റു പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതുമാണ് പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ നതാഷ നർവാൾ, ദേവാംഗന കലിത, ആസിഫ് ഇക്ബാൽ തൻഹായ് എന്നിവർക്കെല്ലാം ഡൽഹി ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ക്യാഷ്ലെസ് ചികിത്സയ്ക്ക് അവകാശമുണ്ടായിരുന്നിട്ടും ചികിത്സാ ചെലവ് നൽകാതിരുന്ന സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ നടപടി സേവനത്തിലെ ന്യൂനതയും അധാർമികമായ കച്ചവട രീതിയുമാണെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ചികിത്സാ ചെലവായ 46,203 രൂപയും നഷ്ടപരിഹാരവും കോടതി ചെലവുമായി 30,000 രൂപയും കമ്പനി പരാതിക്കാരന് നൽകണമെന്ന് ഉത്തരവിട്ടു. എറണാകുളം പുത്തൻകുരിശ് സ്വദേശി റജി ജോൺ സമർപ്പിച്ച പരാതിയിൽ DB ബിനു പ്രസിഡന്റായ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ഉത്തരവിട്ടത്. വ്യാപാരി വ്യവസായി സംഘടനയുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പ്രകാരമാണ് ഡ്രൈവറായ പരാതിക്കാരൻ എതിർകക്ഷിയിൽ നിന്നും റെഡ് കാർപ്പറ്റ് ഇൻഷുറൻസ് പോളിസി എടുത്തത്. 2021 ജനുവരിയിൽ ഡെങ്കിപ്പനിയും കോവിഡും പരാതിക്കാരനെ ബാധിച്ചതായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ പരിശോധനയിൽ കണ്ടെത്തി. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോളിസി വ്യവസ്ഥ പ്രകാരം ക്യാഷ്ലെസ് ചികിത്സയ്ക്ക് അവകാശമുണ്ടായിരുന്നിട്ടും ആശുപത്രി ചെലവ് നൽകാൻ എതിർകക്ഷി തയ്യാറായില്ലെന്ന് പരാതിയിൽ ബോധിപ്പിച്ചിരുന്നു. ഇൻഷുറൻസ് കമ്പനിയുടെ എംപാനൽ ആശുപത്രിയിൽ തന്നെയാണ് പരാതിക്കാരൻ ചികിത്സ സ്വീകരിച്ചത്. എന്നാൽ ക്ലെയിം അനുവദിക്കാൻ ആവശ്യമായ മുഴുവൻ ഒറിജിനൽ രേഖകളും പരാതിക്കാരൻ ഹാജരാക്കിയില്ല എന്ന നിലപാടാണ് എതിർകക്ഷി കോടതി മുമ്പാകെ സ്വീകരിച്ചത്. ക്യാഷ്ലെസ് ചികിത്സയ്ക്ക് പരാതിക്കാരന് അവകാശമുണ്ടായിരുന്നിട്ടും കോവിഡ് ചികിത്സാ ചെലവ് നൽകാതിരുന്ന എതിർകക്ഷിയുടെ നടപടി സേവനത്തിലെ ന്യൂനതയാണെന്ന് ഉത്തരവിൽ കമ്മീഷൻ വിലയിരുത്തി. ഇൻഷുറൻസ്
കമ്പനിയുടെ നിലപാട് ഡ്രൈവറായ പരാതിക്കാരനേറെ മനക്ലേശവും സാമ്പത്തിക ബുദ്ധിമുട്ടുമുണ്ടാക്കി. ഇൻഷുറൻസ് രേഖകൾ സ്റ്റാൻഡേർഡ് ഫോം കരാറുകളാണ്. ഇൻഷുർ ചെയ്ത വ്യക്തി സാധാരണയായി ഡോട്ടിട്ട ലൈനിൽ ഒപ്പിടുന്നു. പോളിസിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഇതിലെ ഓരോ വ്യവസ്ഥയും ഒരു സാധാരണക്കാരൻ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് കരുതാനാവില്ല. പോളിസി വ്യവസ്ഥ അവ്യക്തവും രണ്ട് വ്യാഖ്യാനങ്ങൾ സാധ്യവുമായ സാഹചര്യങ്ങളിൽ ഉപഭോക്താവിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് അഭികാമ്യമെന്ന സുപ്രീം കോടതിയുടെ നിലപാടും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിലാണ് നഷ്ടപരിഹാരവും കോടതി ചെലവും ഇൻഷുറൻസ് തുകയും പരാതിക്കാരന് നൽകാൻ ഇൻഷുറൻസ് കമ്പനിക്ക് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് സോണിമേൻ കെ മാത്യു ഹാജരായി. ഫ്ളാറ്റുകൾ, വില്ലകൾ, അപ്പാർട്ട്മെൻറ്റുകൾ എന്നിവയുടെ രജിസ്ട്രേഷന് കേരള റിയൽ എസ്റ്റേറ്റ് അതോറിറ്റിയിൽ പ്രൊമോട്ടർമാർ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റിന് പുറമെ വാങ്ങുന്നവരുമായി രജിസ്റ്റർ ചെയ്ത വിൽപ്പന കരാറുണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പുകളും നൽകണം. ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവ നൽകണമെന്ന് നികുതി വകുപ്പ് പുതിയ ഉത്തരവിറക്കി. വിൽപ്പന കരാർ നിർബന്ധമാക്കിയ ആദ്യ ഉത്തരവ് റദ്ദാക്കിയാണ് രജിസ്റ്റർ ചെയ്ത വിൽപ്പന കരാറുണ്ടെങ്കിൽ എന്ന് തിരുത്തി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ കെട്ടിടത്തിൻ്റെ യഥാർത്ഥ വിസ്തീർണം കാണിക്കാതെ മുദ്രപത്ര വിലയിൽ വെട്ടിപ്പ് നടത്തുന്നതായി കണ്ടെത്തിയതോടെയാണ് പുതിയ വ്യവസ്ഥ ഉൾപ്പെടുത്തിയത്. ബിൽഡർ, ഡെവലപ്പർ, വസ്തുവിൻ്റെ ഉടമസ്ഥർ എന്നിവർ നടത്തുന്ന വിൽപ്പനയ്ക്ക് മാത്രമാണ് ഇത് ബാധകം. പുനർവിൽപ്പനയ്ക്ക് ബാധകമല്ലെന്നും ഉത്തരവിലുണ്ട്. ഫ്ളാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും നിർമ്മിക്കുന്ന വസ്തുവിൻ്റെ വിസ്തീർണം 500 ചതുരശ്ര മീറ്ററിൽ കൂടുകയോ 8 യൂണിറ്റിൽ അധികരിക്കുകയോ ചെയ്താൽ കെയർ-എറയിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം. കെയർ-എറയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ പദ്ധതിയുടെ വിശദാംശങ്ങൾ, അംഗീകൃത പ്ലാൻ, വിൽപ്പന കരാർ തുടങ്ങിയവ ഉൾപ്പെടുത്തണമെന്നാണ് വ്യവസ്ഥ. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങൾ അവസാനിക്കുന്നു. നമസ്കാരം.